നന്ദഗോവിന്ദം ഇൻഡസ്ട്രി കഴിഞ്ഞ ദിവസം മാതൃഭൂമി ഓൺലൈൻ ചാനലിൽ നവീൻ മോഹൻ, അതായത് നന്ദഗോവിന്ദം നടത്തുന്ന നവീൻ മോഹനും അയാളാണ് ലീഡർ. നവീൻ മോഹനും സംഘവും ആണ് നന്ദഗോവിന്ദം. അതിൽ നവീൻ മോഹൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, ഇതൊരു ഇൻഡസ്ട്രിയാണ്, ഈ ഇൻഡസ്ട്രിയിൽ എങ്ങനെ വേര് പിടിക്കണമെന്ന് ഞങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പരീക്ഷണത്തിൻ്റെ പുതിയ രൂപങ്ങൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ, വന്നിട്ടില്ല. അതിൻ്റെ ആദ്യ രൂപമാണ് ഈ ക്രിസ്തീയ പാട്ട് അമ്പലത്തിൽ പാടി ഇത്രയും വിവാദമുണ്ടാക്കി, ഹൈപ്പുണ്ടാക്കി, സ്വാമി ചിദാനന്ദപുരിയവരെ കൊണ്ട് അഭിപ്രായം പറയിക്കുന്ന നിലയിലേക്ക് വലിയ ഹൈപ്പുണ്ടാക്കിയത് നിങ്ങൾ ഇൻഡസ്ട്രിയായി ഇത് കണ്ടതുകൊണ്ടാണോ? അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. ഭജനയും ഭക്തിഗാനങ്ങളും ഒക്കെ ഇൻഡസ്ട്രിയായി കണ്ട, വ്യവസായമായി കണ്ട നിങ്ങൾ രക്ഷപിടിക്കില്ല. നിങ്ങൾ കാസറ്റ് ഇറക്കിയിരുന്നെങ്കിൽ രക്ഷപിടിച്ചേനെ. വ്യവസായമായി കണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കാസറ്റ് ഇറക്കാമായിരുന്നു, പിന്നെ പെൻഡ്രൈവും ആഡിയോ വീഡിയോ കാസറ്റുകൾ ഇറക്കാമായിരുന്നു. നിങ്ങൾ ക്ലച്ച് പിടിച്ചേനെ, നല്ല കാശുണ്ട്. കലാഭവൻ മണിയൊക്കെ ഒരു കാലഘട്ടത്തിൽ നാടൻ പാട്ടുകളുടെ കാസറ്റ് ഇറക്കിയല്ലോ. വി ഡി രാജപ്പൻ്റെ കഥാപ്രസംഗത്തിൻ്റെയും ഗാനമേളയുടെയൊക്കെ കാസറ്റ് ഇറക്കി നല്ല കാശുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കൊച്ചിൻ ഹരിശ്രീ, നാദിർ ഷാ, അങ്ങനെ ഒത്തിരി ആളുകൾ, ഹരിശ്രീ അശോകൻ, നാദിർ ഷാ, അതുപോലെ തന്നെ ജയറാം തുടങ്ങിയ ഒരുപാട് ആളുകൾ, കൊച്ചിൻ കലാഭവൻ്റെ ആളുകൾ, അവരൊക്കെ നല്ല കാസറ്റുകൾ ഇറക്കി വലിയ കാശുണ്ടാക്കിയിട്ടുണ്ട്. അത് വ്യവസായമാണ് തീർച്ചയായിട്ടും. മിമിക്രിയൊക്കെ നടത്തി കാശുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അമ്പലത്തിലെ ഭജൻ അതല്ല മിസ്റ്റർ നവീൻ മോഹൻ. അമ്പലത്തിലെ ഭജൻ മറ്റൊരു തലമാണ്. അതിലൊരു വ്യവസായവുമില്ല. അതൊരു ഭക്തനും ദൈവവുമായുള്ള ഇടപെടലിൻ്റെ, ഒത്തുചേരലിൻ്റെ, ഭക്തിയുടെ ഒരു പാരമ്യമാണ് അവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ കാശ് മേടിക്കുന്നു, അത് മറ്റൊരു കാര്യം. കാരണം നിങ്ങൾക്ക് ചിലവുണ്ട്, നിങ്ങൾക്ക് യാത്ര ചെയ്യണം, നിങ്ങൾക്ക് ജീവിക്കണം, അന്തസ്സായി ജീവിക്കണം, നല്ല ഷർട്ട് വാങ്ങണം, നല്ല കാറിൽ യാത്ര ചെയ്യണം, വലിയ ആഡംബരത്തോട് ജീവിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ലളിതമായും ജീവിക്കാം. പക്ഷേ ആഡംബരത്തോടുകൂടി ജീവിക്കണമെങ്കിൽ നല്ല കാശ് വേണം തീർച്ചയായിട്ടും. അതുകൊണ്ട് നിങ്ങൾ പണം വാങ്ങും. നല്ല പണമാണ് ആളുകളിൽ നിന്ന് വാങ്ങുന്നത്. അതിനപ്പുറം ഇതൊരു വ്യവസായമായി താങ്കൾ കണ്ടെങ്കിൽ അവിടെ താങ്കൾക്ക് തെറ്റി. താങ്കൾക്കല്ല തെറ്റിയത്, താങ്കളെപ്പോലുള്ള മാരീചന്മാരെ മനസ്സിലാക്കാത്ത ഹിന്ദു സമൂഹത്തിനാണ് തെറ്റിയത്. ഒരാളിങ്ങനെ ഒരു വലിയ ഹൈപ്പോടുകൂടി കയറി വന്ന് ബഹളമുണ്ടാക്കുമ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള തത്വമെന്ന് മനസ്സിലാക്കാതെ, വ്യവസായത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും താല്പര്യങ്ങൾ മനസ്സിലാക്കാതെ ജനലക്ഷങ്ങൾ ഹൃദയത്തിലേറ്റിയതാണ് അവർ ചെയ്ത തെറ്റ്. അത് വലിയ തെറ്റാണ് ചെയ്തത്. താങ്കളുടെ ഭജൻ വന്നതിന് ശേഷം അതിനു മുമ്പുണ്ട് ഇവിടെ വേറെയും ഭജൻ സംഘങ്ങളുണ്ട്. താങ്കളല്ല ശരിക്ക്, നവീൻ മോഹനും സംഘവുമല്ല ഭജനെ ഇവിടെ സ്ഥാപിച്ചത്. പക്ഷേ ഒരു ഹൈപ്പ് കൊടുത്തത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് മുന്നിലും ഇവിടെ നന്നായി ഭജൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിരവധി ഭജൻ സംഘങ്ങൾ, ഒരുപാട്, ഏത് ഗ്രാമം എടുത്താലും അവിടെയെല്ലാം കുട്ടികളുടെയും മുതിർന്നവരുടെയും സ്ത്രീകളുടെയൊക്കെ ഭജൻ സംഘങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം. പക്ഷേ അത് ഭക്തിക്കപ്പുറം പോയി അതൊരു കച്ചവടത്തിലേക്കാണ് കൊണ്ടുപോകാൻ താങ്കൾ ശ്രമിക്കുന്നതെങ്കിൽ താങ്കൾക്ക് വീണ്ടും കേരളത്തിൽ തെറ്റുന്നു. അല്ലെങ്കിൽ തീർച്ചയായിട്ടും കാസറ്റ് ഇറക്കി താങ്കൾക്ക് കച്ചവടം ചെയ്യാം. പക്ഷേ അമ്പലങ്ങളിൽ പോയിരുന്ന് മറ്റ് മതസ്ഥരുടെ പാട്ടുപാടി, അല്ലെങ്കിൽ ഗാനമേള നടത്തി, അല്ലെങ്കിൽ കർണാടക സംഗീതം നടത്തി, അതിനകത്ത് മിക്സ് ചെയ്ത് മസാല പരുവത്തിലായി നമ്മുടെ കടയിൽ ചെല്ലുമ്പോൾ മിക്സഡ് ബിരിയാണി എന്നൊക്കെ പറയുന്ന സാധനം കിട്ടും. എല്ലാ ഐറ്റവും കൂടി ചേർക്കും. അതിനകത്ത് മിക്സഡ് ഫ്രൂട്ട് സലാഡൊക്കെ കിട്ടും. എല്ലാ ഫ്രൂട്ട്സും ഇട്ടിട്ടുള്ള സലാഡ് കിട്ടും എന്ന് പറയുന്ന പോലെ സകല സാഹിത്യ ശാഖകളെയും, ഗാനത്തിൻ്റെ എല്ലാ ശാഖകളെയും, ഭജനയെയും ഡപ്പാങ്കൂത്തിനെയും പൂരപ്പാട്ടിനെയും, അതുപോലെ തന്നെ പോപ്പ് സംഗീതത്തെയും കർണാടക സംഗീതത്തിനെയും ഹിന്ദുസ്ഥാനി സംഗീതത്തെയും, പിന്നെ സാധാരണ ഗാനങ്ങളെയും, സിനിമാ പാട്ടിനെയും, നാടകഗാനങ്ങളെയും, ലളിതഗാനത്തെയും, സമൂഹഗാനത്തെയും, പദ്യപാരായണത്തിനെയും, മാപ്പിളപ്പാട്ടിനെയും, പിന്നെ മാർഗക്കളിപ്പാട്ടിനെയും എല്ലാം കൂടി കൂട്ടിയോജിപ്പിച്ച് കാശുണ്ടാക്കാം എന്ന് വിചാരിച്ചാൽ അതൊരു വല്ലാത്ത ആഗ്രഹമായി പോയി മിസ്റ്റർ നവീൻ മോഹൻ. ഇത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം താങ്കളെക്കുറിച്ചോ താങ്കളുടെ നന്ദഗോവിന്ദത്തെക്കുറിച്ചോ ഒരുപാട് വീഡിയോ ഒന്നും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളല്ല ഞാൻ 1-2 വീഡിയോസ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴിത് ചെയ്യാൻ കാരണം താങ്കളുടെ ഉള്ളിലിരിപ്പ് താങ്കൾ സത്യസന്ധമായി പുറത്ത് പറഞ്ഞു. ഞങ്ങളിത് ഇൻഡസ്ട്രിയാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻഡസ്ട്രിയിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. അതിനുള്ള സകല തന്ത്രങ്ങൾ ഞങ്ങൾ പയറ്റും. നാളെ ഞങ്ങൾ മാപ്പിളപ്പാട്ടും പാടും, ഞങ്ങൾ ക്രിസ്തീയ പാട്ടും പാടും. ഇനി പള്ളിക്കാർ വിളിച്ചാൽ അവിടെ പോയി ഹിന്ദു ഭജൻ പാടും അവരനുവദിച്ചാൽ ഞങ്ങൾ എന്തും ചെയ്യും. ഞങ്ങൾക്ക്
കാശ് മതി. അതിനുവേണ്ടി വ്യവസായാടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ഭജൻ സംഘം തുടങ്ങിയത്. ഞങ്ങൾക്കൊരു ഭക്തിയുമില്ല, ഞങ്ങൾക്കൊരു മാർഗവുമില്ല. പക്ഷേ ഞങ്ങൾ ചൂഷണം ചെയ്തത് വളരെ കൃത്യമായി അമ്മമാരുടെ, സഹോദരിമാരുടെ, അനുജന്മാരുടെ, ചേട്ടന്മാരുടെ, സീനിയർ സിറ്റിസൺസിൻ്റെയൊക്കെ ഉള്ളിലെ ഭക്തി എന്ന വികാരത്തെയാണ് നിങ്ങൾ നന്നായി ചൂഷണം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഭക്തി കച്ചവടം. കറക്റ്റായിട്ട് നിങ്ങൾ ഭക്തിയെ കച്ചവടം ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞു. നിങ്ങൾ ആൾ ദൈവങ്ങളായില്ലെങ്കിലും ആൾ ദൈവങ്ങളുടെ രൂപത്തിലുള്ള ഭക്തി കച്ചവടക്കാരായതിൽ വലിയ സന്തോഷം. ഭക്തി കച്ചവടമാണ്, ഭക്തിയെ കച്ചവടത്തിനാണ് ഞങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്, അത് ഇൻഡസ്ട്രിയാണ്, അത് വ്യവസായമാണ് എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. എന്തായാലും ഉള്ളിലിരിപ്പ് പുറത്തു വന്നു. നവീൻ മോഹനെ പോലെയുള്ള ആളുകൾ ഇനിയും മാരീജന്മാർ ഇതുപോലെ പല രൂപത്തിൽ വരും, പല ഭാഷയിൽ വരും. പക്ഷേ ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയൊരു പരിമിതി അല്ലെങ്കിൽ പരാധീനത, ഏത് വേഷത്തിൽ വന്നാലും അതിഥി ദേവോ ഭവ ആണ്. ആരേത് രൂപത്തിൽ വന്നാലും വീട്ടിൽ കയറ്റിയിരുത്തി ചായയും വെള്ളവും കൊടുക്കുന്നൊരു കൾച്ചർ നമുക്കുണ്ട് എന്നുള്ളതാണ് ഒരു പരിമിതി. അതുകൊണ്ട് ഏത് പൊട്ടൻ ഏത് രൂപത്തിൽ വന്നാലും അവർക്കെല്ലാം സ്പേസ് കൊടുക്കുകയും അതിനെല്ലാം അവസരം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കൾച്ചർ ഇവിടെ ഉണ്ട്. ലോക സമസ്ത സുഖിനോ ഭവന്തു, സകല ലോകത്തിലെ സകല ചരാചരങ്ങൾക്കും സുഖം ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ വരുന്ന മാരീജന്മാരെയും കള്ളന്മാരെയും ആട്ടിൻ തോലഴിഞ്ഞ ചെന്നായ്ക്കളെയൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് വരും. ഇതിനിടയിൽ മറ്റൊരു വിവാദം കൂടി നന്ദഗോവിന്ദവുമായി ബന്ധപ്പെടുത്തി വന്നു. ന്യൂസ് 18 ചാനൽ സ്വാമി ചിദാനന്ദപുരിയുടെ കോഴിക്കോട് കുളത്തൂർ ആശ്രമത്തിലെ സ്വാമി ചിദാനന്ദപുരിയുടെ ഒരു ഇൻ്റർവ്യൂ എടുത്തായിരുന്നു, ഒരു ബൈറ്റ് എടുത്തായിരുന്നു. ആ ബൈറ്റിൽ സ്വാമി പറയുന്നത് വളരെ കൃത്യമായ ഒരു നീണ്ട ബൈറ്റാണ്. പക്ഷേ അതിൽ നിന്ന് ചില ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് യേശുദാസിനെ മക്കയിൽ കയറ്റുമോ എന്നൊക്കെ ഒരു ടാഗ് ലൈനൊക്കെ ഇട്ട് ചിദാനന്ദപുരി സ്വാമിയെയും അപഹാസ്യതരാക്കുന്ന ചില പ്രവർത്തനങ്ങൾ വന്നു എന്ന് സ്വാമി പരാതി പറഞ്ഞു. സ്വാമി നീണ്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്നെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ടാണ് ആ അഭിമുഖം അത് ചെയ്തത്. അത് ഒരു ജെൻറ്റിൽമാൻഷിപ്പിലുള്ള മാധ്യമ പ്രവർത്തനമല്ല, അത് ശരിയായില്ല. കാര്യം ചിദാനന്ദപുരി സ്വാമി യേശുവിനെ മക്കയിൽ കയറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്ത് ഉടൻ തന്നെ മുസ്ലിങ്ങളായിട്ടുള്ള ഏതെങ്കിലും മുല്ലാക്കന്മാരോ അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ആളുകൾ വന്ന് വർത്തമാനം പറയും. അപ്പോൾ ക്രിസ്ത്യാനികൾ പറയും. അങ്ങനെ ഒരു മതവൈര്യത്തിൻ്റെ വലിയൊരു സാധ്യത ചാനലുകാർ കണ്ടോ എന്നൊരു സംശയവും ചിദാനന്ദപുരി സ്വാമിക്കുണ്ട്. സ്വാമി പറഞ്ഞതല്ല, പറഞ്ഞു, പക്ഷേ പറഞ്ഞത് സമ്പൂർണ്ണമായി കാർഡായാൽ കുഴപ്പമില്ല. പക്ഷേ സമ്പൂർണ്ണമാക്കാതെ അതിനെ പീസാക്കി കാർഡാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ എന്നെ അടിച്ചാൽ ഞാനും തിരിച്ചടിക്കും എന്ന് മാത്രം പറഞ്ഞ ഒരു സെൻറ്റൻസ് ഒരാൾ പറഞ്ഞാൽ തിരിച്ചടിക്കും എന്നുള്ളത് മാത്രം കട്ട് ചെയ്ത് കാർഡിട്ടാൽ അവൻ എന്നെ അടിച്ചത് കൊണ്ടാണ് ഞാൻ തിരിച്ചടിച്ചത്, അല്ലെങ്കിൽ ഞാൻ തിരിച്ചടിക്കും, അയാൾ അടിച്ചാൽ ഞാൻ തിരിച്ചടിക്കും, ഒരു സെൻറ്റൻസാണ്. പക്ഷേ ആ അയാൾ അടിച്ചാൽ എന്നുള്ളത് കട്ട് ചെയ്തിട്ട് തിരിച്ചടിക്കും എന്നുള്ള മാത്രം ഇട്ടൊരു കാർഡാക്കിയാൽ കഥ മാറി. അങ്ങനെ കാർഡുകളുടെയും ഈ പറയുന്ന ചെറിയ ചെറിയ ഫ്രാക്ഷനായിട്ടുള്ള പിന്നെ ടാഗ് ലൈനുകളൊക്കെ വിട്ട് ഈ വിഷയങ്ങളെ വല്ലാതെ വഷളാക്കുന്നു എന്ന് ചിദാനന്ദപുരി സ്വാമിയുടെ ഒരു പരാതിയും വന്നിട്ടുണ്ട്. എന്തായാലും വളരെ മനോഹരമാണ്. തങ്ങൾ ചെയ്യുന്നത് വ്യവസായമാണ്, ഇൻഡസ്ട്രിയാണ്. അവിടെ എല്ലാ കോപ്രായങ്ങളും കാണിക്കും, എല്ലാ ഗോസിപ്പുകളും കാണിക്കും. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടോളൂ. എന്ത് കോമാളിത്തരം ഞങ്ങൾ കാണിച്ചിട്ടായാലും ഞങ്ങൾക്ക് പണം മതി. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്നുള്ള ഒരു ഇറങ്ങിത്തിരിപ്പാണ് നവീൻ മോഹൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി ടു സേ, നിങ്ങളെ ഹിന്ദു സമൂഹം പിറങ്കാലുകൊണ്ട് അടിച്ചില്ലെങ്കിൽ അത്ഭുതമില്ല, അടിച്ചാൽ അത്ഭുതമില്ല, അടിക്കാൻ സാധ്യതയൊന്നുമില്ല. കാരണം അതാണ് ഹിന്ദു സമാജം.